കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബം സഹകരണ ബാങ്കിന് മുന്നിൽ സമരം ആരംഭിച്ചു. ആധാരം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. 2023 മെയ് 29-നാണ് രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത്. കുടുംബത്തിന്റെ ബാധ്യത ഇപ്പോൾ 65 ലക്ഷത്തോളം ആയി. കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സഹകരണ ബാങ്കിന്റെ വായ്പാ തട്ടിപ്പിനിരയായി ജീവനൊടുക്കിയ കർഷകൻ രാജേന്ദ്രൻ നായരുടെ കുടുംബമാണ് പുൽപ്പള്ളി സഹകരണ ബാങ്കിന് മുന്നിൽ സമരം ആരംഭിച്ചത്. രാജേന്ദ്രൻ നായരുടെ അച്ഛൻ ശ്രീധരൻ നായർ, ഭാര്യ ജലജ, മക്കളായ ശ്രീജിത്ത്, രാംജിത്ത് എന്നിവരാണ് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ബാങ്കിലുള്ള സ്ഥലത്തിന്റെ ആധാരം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചത്. 2023 മെയ് 29-നാണ് പുൽപ്പള്ളിയിലെ രാജേന്ദ്രൻ നായർ ജീവനൊടുക്കിയത്. ആകെയുള്ള 70 സെന്റ് ഭൂമി പണയപ്പെടുത്തി 70,000 രൂപ വായ്പയെടുത്തിരുന്നു. കോൺഗ്രസ് നേതാക്കൾ രാജേന്ദ്രൻ നായർ അറിയാതെ സ്ഥലത്തിന്റെ ആധാരം ഈടാക്കി 24,30,000 രൂപ തട്ടിയെടുത്തു. 35 ലക്ഷം രൂപ തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായത് കുടുംബം അറിയുന്നത്. ലക്ഷങ്ങളുടെ ബാധ്യത താങ്ങാനാവാതെ രാജേന്ദ്രൻ നായർ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചെങ്കിലും കൈവിടുകയായിരുന്നു. അതോടുകൂടിയാണ് ആത്മഹത്യ ചെയ്തത്. KPCC ജനറൽ സെക്രട്ടറി KK അബ്രഹാം ബാങ്ക് പ്രസിഡന്റായിരിക്കെ ആയിരുന്നു തട്ടിപ്പ്. 38 കർഷകർ ഇരകളായി. 7.62 കോടി രൂപ തട്ടിയെടുത്തു. വഞ്ചനാക്കുറ്റത്തിന് അറസ്റ്റിലായ അബ്രഹാം 1.5 മാസത്തോളം റിമാൻഡിലായിരുന്നു. രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ ബാധ്യത ഇപ്പോൾ 66 ലക്ഷത്തോളമായി. ആധാരം തിരിച്ചു നൽകാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് കുടുംബം പറയുന്നത്. കൈരളി ന്യൂസ്, വയനാട്.